Watch India's largest kids library only on Jio Hotstar. Download the app now. സോറി ബോക്സർ ചേട്ടാ, സോറി. പെട്ടെന്ന് ഭൂമി കുലുങ്ങിയതുപോലെ തോന്നിയപ്പോ ഞാനൊന്ന് ബാലൻസ് തെറ്റി വീണതാ. അതെനിക്കും തോന്നി ഭൂമി കുലുങ്ങുന്നായിട്ട്. പക്ഷെ അത് കാരണം നീ എന്റെ തലയിൽ ഇതെടുത്ത് എറിയണം എന്ന് അർത്ഥമില്ലല്ലോ. എടാ, ഇവിടെ വന്ന് എന്റെ ഈ പഞ്ചിങ് ബാഗ് ഒന്ന് പിടിക്ക്. എന്നിട്ട് നീ ഇവിടെ അനങ്ങിയ ഈ പഞ്ചിങ് ബാഗിന്റെ സ്ഥാനത്ത് നിന്നെ ആയിരിക്കും കെട്ടി തൂക്കണത്. മനസ്സിലായോ? സോറി, ഈ ഭൂമി വീണ്ടും വീണ്ടും വല്ലാതെ ഇളകുന്നു. എനിക്ക് എന്നാ തോന്നുന്നെന്ന് വെച്ചാല് ഭൂമി കുലുങ്ങുന്ന. അയ്യോ, ഭൂകമ്പം വരുന്നേ, ഓടിക്കോ. ഭൂകമ്പം വരുന്നേ, ഓടിക്കോ. എന്താ ഇപ്പൊ ചെയ്യാ? എങ്ങോട്ടായി ഓടുന്നേ? ചായക്കട ചേട്ടന്റെ അടുത്തേക്കാ. അവിടെയുള്ള സമോസകൾ താഴെ വീണ് നശിക്കുന്നതിന് മുമ്പ് ഞാൻ ചെന്ന് അതൊക്കെ എടുത്ത് കഴിക്കട്ടെ. ഇവിടെ ഭൂകമ്പം വരുമ്പോഴും നിനക്ക് സമൂസയുടെ ചിന്ത മാത്രമേ ഉള്ളോ? ഹലോ ഹലോ സാർ, താങ്കളാണ് ഞങ്ങളുടെ ലക്കി വിന്നർ. താങ്കൾക്ക് 2 രാത്രി 3 ദിവസം എവിടെ വേണമെങ്കിലും യാത്ര ചെയ്യാനുള്ള ഫ്രീ ഓഫർ ലഭിച്ചിട്ടുണ്ട്. അതെ, ഇവിടെ മുഴുവൻ ഭൂകമ്പം കൊണ്ട് ഞങ്ങൾ പെടയുവാ. ഇവിടെ ഞങ്ങളെയൊക്കെ തെക്കോട്ട് എടുക്കുമ്പോഴോ അവളുടെ ഒരു ലീവ്. ഫോണ് വെക്ക്. ഇതെന്ത് സാധനമാ? ഇത് കണ്ടിട്ട് എനിക്ക് തോന്നുന്നു ഫയർ ബോൾസിന് ജീവൻ വെച്ചതാണെന്ന്. അയ്യോ, ഇതെന്ത് ജീവിയാ? അയ്യോ, ആരെങ്കിലും ഒന്ന് പോലീസിനെ വിളിച്ചോണ്ട് പോയോ? ഇത് നമ്മുടെ പുറകിൽ തന്നെയാ വരുന്നത്. വേഗം വാ, നമുക്ക് ഇവിടുന്ന് പറന്ന് പോകാം. നീ എന്തൊക്കെയായി ചെയ്യുന്നേ? പത്തിലു, ഞാൻ പറക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുക. അതൊരു ചൊല്ലാണ്. പറന്ന് പോകാന്ന് ഉദ്ദേശിച്ചത് വേഗം പോകാന്നാ. ചിങ്കം സാറേ, ചിങ്കം സാറേ. എന്ത് പറ്റി മോട്ടു പത്ലു? ഭൂകമ്പം കഴിഞ്ഞല്ലോ, പിന്നെ നിങ്ങൾ എന്തിനാ ഒച്ച വെക്കുന്നത്? ഭൂകമ്പമൊക്കെ കഴിഞ്ഞു. പക്ഷെ ഭൂമിന്ന് കുറച്ച് ആൾക്കാർ പുറത്ത് വന്നിട്ട് ഞങ്ങളെ വെറുതെ വിടുന്നില്ല. ദേ അങ്ങോട്ട് നോക്ക്. എന്റെ അമ്മോ, എന്താണത്? ഡോണ്ട് വറി, വൈ ഫിയർ വെൻ ചിങ്കം ഈസ് ഹിയർ. എന്റെ അമ്മോ, ഇവറ്റങ്ങൾ ഒരുപാട് കാലമായി വിശന്നിരിക്കാന്ന് തോന്നുന്നു. മോട്ടു പത്ലു, ഓൺ യുവർ മാർക്ക്, ഗെറ്റ് സെറ്റ്. ചിങ്കം സാറേ, ചിങ്കം സാറേ, ഇവിടെ എന്താ റേസ് ആണ് നടക്കുന്നത്? എവിടുന്ന് എവിടം വരെ ഓടണോന്ന് അതോടെ പറ സാറേ. എന്ത് സമ്മാനം കിട്ടും അതോടെ പറ സാറേ, പ്ലീസ്. പത്ലു, ഇയാളോട് പറഞ്ഞേക്ക് ഞാനിപ്പോ തമാശ കേൾക്കുന്ന മൂഡിലല്ലാന്ന്. ഗെറ്റ് സെറ്റ് ഗോ. ഡോക്ടർ ജഡ്ക, ഭൂമിക്കടിയിൽ നിന്ന് ഫയർ ബോൾസ് വന്നിട്ടുണ്ട്. അതിന് ജീവനുണ്ട്. അതിവിടെ ഉള്ളതെല്ലാം തിന്നുകൊണ്ടിരിക്കുക. അത് ഫയർ ബോൾ ഏലിയൻസ് ആണ്. അതിനെ തീർക്കാൻ നമുക്ക് ഒരേ ഒരു വഴിയേ ഉള്ളൂ. വെള്ളം ഉപയോഗിക്കണം. ഇത് പിടിക്ക് ചങ്ക്. ഇത് ഫയർ പ്രൂഫ് ആണ്. ഇത് കത്തില്ല. ഇതുകൊണ്ട് പിടിച്ചതിനെ വെള്ളത്തിൽ കൊണ്ടു ചെന്നിടണം. മനസ്സിലായോ?
പൊളിച്ചെടുത്തല്ലോ. അവറ്റങ്ങള് വരുന്നുണ്ട്. ഡോക്ടർ ചട്ക, നമുക്ക് ഇവിടുന്ന് എങ്ങോട്ടെങ്കിലും ഓടിപ്പോകുന്നതാണ് നല്ലത്. Why fear when Chingam is here? വരൂ, മോട്ടു പത്ലു അവറ്റങ്ങൾ ഓരോന്നായി പിടിച്ചിട്ട് വെള്ളത്തിൽ കൊണ്ടുപോയി ഇട്ടോളും. വന്നേ വന്നേ. മമ്മി, രക്ഷകനെ. എന്റെ അത്തിപ്പാര അമ്മച്ചിയെ ഇത് ചെരുപ്പിന്റെ പിന്നാലെ കൂടിയിരിക്കുകയാണല്ലോ. അവറ്റങ്ങൾ അടുത്തേക്ക് വരുന്നുണ്ട്. ചെരുപ്പ് തെറിഞ്ഞോളൂ. അവറ്റകൾക്ക് ചെരുപ്പ് തിന്ന് ഇഷ്ടാണെന്നാ തോന്നുന്നേ. ചെരുപ്പ് കള്ളന്മാരെ, നിങ്ങൾക്ക് കാണിച്ചു തരാവടാ ഞാൻ. पतलू पतलू पतलल्लेलू पतलू पतलू पतलल्लेला पतलू पतलू पतलल्लेलू पतलू. ഇപ്പൊ വന്നു ചെകുത്താൻ പർവ്വതത്തിന് താഴെ. അതിന് പർവ്വതം എവിടെ? ചെകുത്താൻ എവിടെ? ഓ എന്റെ മോട്ടു, അതൊരു ചൊല്ലാണ്. ദേ കണ്ടില്ലേ ഫയർ ബോൾസ് ഒക്കെ എങ്ങനെ ഓടുന്നേന്ന്. ഓ ഇതൊക്കെ ജൈന്റ് ഏരിയനായി മാറി ചങ്കേ. ഓ വേണ്ട, ഞങ്ങളെ വിട്ടേക്ക്. അമ്മച്ചിയെ ഒന്ന് രക്ഷിക്കണേ. എന്റെ അമ്മ ഓടിക്കോ. പത്തലു വെറും വയറ്റിൽ എന്റെ ബുദ്ധി പ്രവർത്തിക്കില്ലെന്ന് അറിഞ്ഞൂടെ? എന്തെങ്കിലും ചെയ്യൂ. ഐഡിയ, നമുക്കിതിനെ ഫുർഫുറി നഗറിലെ സ്വിമ്മിംഗ് പൂളിൽ കൊണ്ടുപോയി കുടുക്കി കളയാം. എല്ലാം സ്വിമ്മിംഗ് പൂളിൽ വീണ് കഴിയുമ്പോ അതിന്റെ കഥ കഴിഞ്ഞോളും. എന്റെ അമ്മോ, എന്തവിടെ നടക്കുന്നത്? നമ്മളിഞ്ഞ് എങ്ങോട്ടാ പോകുക? ആര് രക്ഷപ്പെടുത്തും? സ്റ്റോപ്പ് ഇൻ ദ നെയിം ഓഫ് ലോ. ഇന്ത്യ നിയമമാണ് സത്യം, ഭാരത മാതാവാണ് സത്യം. ഒന്ന് അവിടെ തന്നെ നിൽക്ക്. ചിങ്കം സാറ്, എന്തിനാ ഇങ്ങനെ കരഞ്ഞോണ്ട് ഇതൊക്കെ പറയുന്നത്? എനിക്ക് നന്നായിട്ട് അറിയാം ഔറ്റങ്ങള് ഞാൻ പറയുന്നത് കേക്കില്ല അത്. പക്ഷെ അവസാനമായിട്ട് ഞാൻ എന്റെ ഈ ഡയലോഗ് ഒന്ന് പറഞ്ഞോട്ടെ. ഐ മസ്റ്റ് ഡു മൈ ഡ്യൂട്ടി. ആർക്കെങ്കിലും ലിഫ്റ്റ് വേണോ? അതിപ്പോ ചോദിക്കേണ്ട കാര്യമുണ്ടോ? സ്വിമ്മിംഗ് പൂളിന്റെ നേരെ പോ, എന്നിട്ട് സ്പീഡ് കുറയ്ക്കേ. അപ്പൊ ഏലിയൻസ് മുഴുവനും നമ്മുടെ തൊട്ട് പുറകെ ഉണ്ടാവും. കാറ് സ്വിമ്മിംഗ് പൂളിന്റെ മുകളിലൂടെ പറപ്പിക്കേ, വേഗം. അതുങ്ങൾക്കൊന്നും ഒന്നും പറ്റിയിട്ടില്ല. ഇനി എന്താ ചെയ്യാ? ഇനി ആകാശത്തുനിന്ന് വെള്ളം വീണാലേ രക്ഷയുള്ളൂ ചങ്കേ. അതിനു വേണ്ടി ഞാൻ നിങ്ങൾക്കൊരു കെമിക്കൽ തരാം. മോട്ടു പത്ലു ചിങ്കം സാറേ, നിങ്ങൾ മുകളിൽ മേഘങ്ങൾക്കിടയിൽ ഈ കെമിക്കൽ ഒഴിക്കണം. ഞാനും കസീട്ടറാമും ലാബിലിരുന്ന് എല്ലാം കൺട്രോൾ ചെയ്യാം. ഓക്കെ? ഓൾ ദ ബെസ്റ്റ്. ഇത്രയും ഇടി വെട്ടുമ്പോ അടുത്തേക്ക് പോകാൻ കഴിയില്ല. പിന്നെ എങ്ങനെയാ നമ്മൾ കെമിക്കൽ സ്പ്രേ ചെയ്യുന്നത്? കാറൊന്ന് നേരെയാക്ക്. ഞാൻ ഇപ്പൊ തന്നെ നിന്റെ ഡ്രൈവിംഗ് ലൈസൻസ് ക്യാൻസൽ ചെയ്യും. എന്തൊരു അപകടകരമായ ഡ്രൈവിംഗ് ആണ് നിന്റേത്. ഡോക്ടർ ജഡ്ക സഹായിക്ക്. കാറ് തലകുത്തനെയാ പോകുന്നത്.
ഓ, ഇനി നിങ്ങളെ മുകളിലുള്ളവനെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുള്ളൂ ചങ്കുകളെ. എനിക്ക് ഇനി ഒന്നും ചെയ്യാൻ കഴിയില്ല. നിങ്ങൾ ആ കെമിക്കലെങ്കിലും അതിലൊന്ന് ഒഴിക്ക്. ഒരുപക്ഷെ നിങ്ങൾ രക്ഷപ്പെട്ടില്ലെങ്കിലും ഞങ്ങളെങ്കിലും രക്ഷപ്പെടുമല്ലോ. പത്തിലു ഇനി ഇതുപോലെ തന്നെ അങ്ങ് പറന്നു. ഞങ്ങൾക്ക് ഒരു കുഴപ്പമില്ല. നിനക്ക് കുഴപ്പമൊന്നും ഇല്ലായിരിക്കും, പക്ഷെ എനിക്ക് ഒരുപാട് കുഴപ്പമുണ്ട്. എന്റെ കാറ് നശിപ്പിക്കരുത് ചങ്കുകളെ. Watch India's largest kids library only on Geo Hotstar. Download the app now.